പോവാ ആണോ? നോഹാപ്പിക്കാണ് പൊറോട്ട വേണ്ടെങ്കിലും ലാസ്റ്റ് കൂട്ടത്തിൽ പോയത് ഞാനാണ് കേട്ടോ. ഇറങ്ങാൻ നേരമായപ്പം അവന് അപ്പനുമായിട്ട് കുത്തി അവൻ വന്നില്ല കേട്ടോ. അപ്പം ഞാൻ പോകുന്നേ. അപ്പം ഞാൻ വന്നപ്പോൾ പൊറോട്ട അടിക്കുന്നു. എന്നാൽ ഒരു വീഡിയോ എടുത്തേക്കാമെന്ന് വിചാരിച്ചു. നമുക്കുള്ള പൊറോട്ട ആയിട്ടോ അടിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല ഫ്രഷായിട്ട് അവർ അടിച്ചു തരും. അതിൻ്റെ ഇടയ്ക്ക് ഒരു ദോശയുടെ ഓർഡർ എങ്ങാണ്ട് വന്നു. അവർ ദോശ ഉണ്ടാക്കുക കേട്ടോ. നല്ല തട്ട് ദോശ. എന്താ അല്ലേ. അപ്പം നമ്മുടെ പൊറോട്ട ഏകദേശം ആയിക്കൊണ്ടിരിക്കുന്നു. ഭയങ്കര സ്പീഡിലാണ് കേട്ടോ. എന്ത് രസമല്ലേ ഇത് അടിക്കുന്ന കാണാൻ. പിന്നെ കഴിക്കാനും നല്ല രസമാണല്ലോ. അപ്പോൾ ഏകദേശം പൊറോട്ടയൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നു. നമുക്കുള്ള ചിക്കൻ ഫ്രൈ ആക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലാം നല്ല വൃത്തിയാണ് കേട്ടോ. തട്ടുകടയാണെന്ന് പറഞ്ഞാലും നല്ല സൂപ്പറാണ്. നല്ല ഫുഡുമാണ് കേട്ടോ. കപ്പ ബിരിയാണിയും പൊറോട്ടയും ചിക്കൻ ഫ്രൈയും ബീഫും ഒക്കെ ഉണ്ട്. എല്ലാം ഒന്നിനൊന്നിന് ബെറ്ററാണ് കേട്ടോ. ഇവിടെ എപ്പോൾ നമ്മൾ വന്നാലും നല്ല തിരക്കാണ്. കാരണം അതുപോലെ ആൾ കയറുന്നൊരു സ്ഥലമാണ് കേട്ടോ. നമ്മുടെ തട്ടുകടയുടെ പേര് മീനാക്ഷി തട്ടുകടയാണ്. ഇത് പരുത്തുംപാറയിൽ നിന്ന് ചിങ്ങവനത്തേക്ക് പോകുന്ന വഴിക്കാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ നമ്മുടെ പൊറോട്ടയൊക്കെ ആയി പതുക്കെ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അത് പാക്ക് ചെയ്തുകൊണ്ട് പോയാൽ മതി. ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ വന്നേക്കുന്നത്, കൂടെ ഒരാളും കൂടെ ഉണ്ട്. അപ്പോൾ ബില്ല് കൊടുക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ വീട്ടിൽ വന്നു. പൊറോട്ടയും ചിക്കൻ ഫ്രൈയും അതിൻ്റെ കൂടെ ഒരു ഗ്രേവിയും പിന്നെ സാലഡൊക്കെ നമ്മുടെ കേട്ടോ. അപ്പോൾ എന്നാ അല്ലേ രസം. കൊതി വരുന്നു കണ്ടിട്ട്. പൊറോട്ട കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കൺട്രോൾ പോകുമല്ലോ. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ കുഞ്ഞിനുള്ളതാണ് ഈ പിച്ചിക്കീറി എടുക്കുന്നത്. അവൻ അങ്ങനെ കഴിക്കത്തുള്ളൂ. അപ്പോൾ അവന് പിച്ചിക്കീറി എടുത്തു, മോക്കുള്ളത് എടുത്തു. 2 പേർക്കും ഒരേ പ്ലേറ്റിൽ കൊടുക്കണം, അല്ലെങ്കിൽ ഇവിടെ അടിയുണ്ടാവും. 2 പേർക്ക് ലെഗ് പീസും കൊടുക്കണം, അല്ലെങ്കിലും അടിയുണ്ടാവും. അതുകൊണ്ട് അവരോട് പ്രത്യേകം ചോദിച്ച് ലെഗ് പീസ് 2 എണ്ണം വാങ്ങിച്ചുകൊണ്ട് വരും. അപ്പോൾ പൊറോട്ടയ്ക്ക് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗ്രേവി എന്ന് പറഞ്ഞാൽ നല്ല തിക്ക് ഗ്രേവിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ആ ഗ്രേവി മാത്രം കൂട്ടിയാൽ പൊറോട്ട കഴിക്കാനും നല്ല സൂപ്പറാണ്. അപ്പോൾ 2 പേർക്കും പൊറോട്ടയൊക്കെ എടുത്ത് 2 പേർക്കും കൊടുത്തു കേട്ടോ. പിന്നെ ഞാനും എടുത്തു, ഞാനും കഴിക്കുക കേട്ടോ. കാരണം തണുത്ത് പോയി കഴിഞ്ഞാൽ അത്ര സുഖമില്ലല്ലോ. ആ ചൂടോടെ കഴിക്കുമ്പോഴല്ലേ ടേസ്റ്റ്. എന്താ അല്ലേ അന്തസ്. പൊറോട്ട കഴിക്കുന്ന ടേസ്റ്റ് വേറെ ഒന്നിനും കിട്ടില്ല. ഒരു പൊറോട്ട പ്രാന്തിയാണ് ഞങ്ങളും. നിങ്ങളെങ്ങനെയാണ് പറയണേ.